ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. അഴീക്കോട് മാർത്തോമ EMUP സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ അധ്യാപക രക്ഷാകർതൃ സമിതി യോഗം നടന്നു. അഴീക്കോട് മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം UP സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതി വാർഷിക പൊതുയോഗം കൊടുങ്ങല്ലൂർ SHO BK അരുൺ ഉദ്ഘാടനം ചെയ്തു. ഉന്നത പദവികളിൽ അലങ്കരിക്കുക എന്നതിനേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ദാഹിക്കുന്നവന് വെള്ളം നൽകുക, വിശക്കുന്നവന് ഭക്ഷണം നൽകുക, വീഴ്ച വരുമ്പോൾ കൈ കൊടുത്ത് താങ്ങാവുക എന്നതും വിദ്യാഭ്യാസത്തിന്റെ ഒരു മഹത്തരമായ മൂല്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ ഇത്തരത്തിൽ അംഗീകാരങ്ങൾ നേടുമ്പോൾ അവരിൽ മാനുഷിക മൂല്യങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഏതൊരു വിദ്യാർത്ഥിയുടെയും ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് അവൻ്റെ വീടാണ്. അവൻ്റെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് അവൻ്റെ അച്ഛനും അമ്മയുമാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കിട്ടുന്ന നല്ല ക്വാളിറ്റികളാണ് അവൻ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുക. ഇവിടെ പ്രയർ പാടിയ കുട്ടികൾ പാടി ബൈൻഡ് us together God, bind us together God, bind us together with love. തീർച്ചയായിട്ടും ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം തന്നെയാണ്. നമ്മെ ചേർത്ത് നിർത്തുന്ന സ്നേഹമാണ് ഈശ്വരൻ. അവിടെ ജാതിയില്ല, വർണ്ണമില്ല, വർഗമില്ല, മതമില്ല. അത് ഓരോന്നും നമ്മുടെ കുട്ടികൾ പഠിക്കണം. അത് തീർച്ചയായിട്ടും അത്തരം പ്രയറുകൾ പാടുമ്പോൾ അതൊരു പ്രാർത്ഥന മാത്രമല്ല, ജീവിതത്തിലുള്ള നമ്മുടെ മൂല്യങ്ങളായിട്ടും കൂടി കൂടണം. ഇവിടെ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട കുട്ടികളാണ് ഇവിടെ വന്ന് സമ്മാനങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ കുട്ടികളെ പല സാഹചര്യങ്ങളിലും കാണുന്നുണ്ട്. അതിൽ ചിലതൊക്കെ കുട്ടികൾ വിക്ടിമൈസ് ചെയ്യപ്പെട്ട് പോക്സോ പോലുള്ള കേസുകളിൽ പെട്ട് വരുന്ന ചെറിയ കുട്ടികളെ കാണാറുണ്ട്. ചില കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പെട്ട് വരുന്ന കുട്ടികളെയും കാണാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡൽഹി റേപ്പ് കേസിൽ ആ പെൺകുട്ടിയെ വളരെ ക്രൂരമായി ഉപദ്രവിച്ചത് ഒരു 16 വയസ്സുകാരനായ കുട്ടിയാണ്, മരിച്ചുപോയ ആ ലേഡിയെ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ എടുത്തു പറയുന്നില്ല, ഞാനിപ്പോൾ വരുന്നത് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ നിന്നാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നത്. അവിടെ ഒരു കേസ് റിപ്പോർട്ടായതിൽ പോക്സോ കേസിൽ വിക്ടിമൈസ് ചെയ്യപ്പെട്ട് വന്ന 1-2 അക്യൂസ്ഡ് ആയിട്ട് വന്ന മൈനറായിട്ടുള്ള കുട്ടികളുമുണ്ട്. ഇത് ഞാനിവിടെ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കപ്പെടുന്ന കുട്ടികളുള്ളപ്പോഴും സമൂഹത്തിൽ നിന്നും തെറ്റായ വഴികളിലൂടെ നടക്കുന്ന കുട്ടികളും നമ്മളുടെ ഇടയിൽ ഇന്ന് ഉണ്ട് എന്ന് നാം വ്യക്തമായിട്ട് തിരിച്ചറിയണം. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നോ എന്ന് പറയേണ്ടടുത്ത് നോ പറയാനുള്ള ആർജവം രക്ഷിതാക്കൾ കാണിക്കണം. ശരിയും തെറ്റും മനസ്സിലാക്കി കൊടുക്കാനുള്ള എന്താണ് ശരി എന്നുള്ളതും തെറ്റാണെങ്കിൽ തെറ്റിനെ തിരുത്തേണ്ട സമയത്ത് കൃത്യമായിട്ട് തിരുത്തേണ്ടതും നാം മനസ്സിലാക്കണം. PTA പ്രസിഡന്റ് PK ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാന അധ്യാപിക റവറൻഡ് സിസ്റ്റർ റോസ്ലീന സ്വാഗതം പറഞ്ഞു. വാർഷിക റിപ്പോർട്ട് PTA സെക്രട്ടറി മുഫീദുൽ ഹക്ക് അവതരിപ്പിച്ചു. റവറൻഡ് ഫാദർ നൌജിൻ വിധേയത്തിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. യോഗത്തിൽ പുതിയ PTA ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. PTA പ്രസിഡന്റായി PK ശ്യാംകുമാറിനെയും വൈസ് പ്രസിഡന്റായി കനകരാജിനെയും PTA സെക്രട്ടറിയായി ലൗസി ടീച്ചറെയും മദർ PTA പ്രസിഡന്റായി ഭാഗ്യലക്ഷ്മിയെയും തെരഞ്ഞെടുത്തു. സിജിത ടീച്ചർ നന്ദി പറഞ്ഞു. എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിയങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിയങ്കര.